ഞാൻ സെയ്ത് ബാബ തങ്ങള് ആ സാഹിബിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചില്ലേ? ആ ഇരിക്കി ഇരിക്കി. എന്ത് പോലാണ്ട എൻ്റെ എനിക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്ന ഞമ്മളെ കാര്യം വിട്, ചിമ്മച്ചിൻ്റെ കാര്യം ആലോചിക്കണ. ഏതാണ്ടോള് ഇതാണ്. എനിക്ക് വേറെ ആരും കിട്ടിയില്ല. ഇർഫോ ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് വാ പറയട്ടെ. ഇവിടെ പറയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ മാത്രം കിട്ടുള്ളൂ. ആ കിട്ടിയോളൂ, ഇവിടെ മാത്രം കിട്ടിയോളൂ. എന്ത് അങ്ങനെ അണിച്ചാ എനിക്ക് ആ സെയ്ദിക്കാന്റെ അമ്മേന്റെ മോളില്ലേ നിങ്ങൾ കെട്ടിക്കോ. ഇർഫു ഞാൻ പറയുന്ന കേക്ക് മോൾ എന്ത് നല്ലതാ. ആയിക്കോട്ടെ. എന്താണ് ഇർഫു ഞാനൊന്ന് പറയുന്ന കേക്ക്? എന്ത് പറയാനാ നിങ്ങൾക്ക്? കുറച്ചു വന്നല്ലോ ഇക്കാന്ന് പറഞ്ഞോളാം. ഒച്ച ഉണ്ടാക്കണ നിങ്ങൾ ഇർഫു ഞാൻ പറയണേ. എടോ, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അനുവദിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനി അവരുടെ പാടായി. ഇവര് തമ്മിലിപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി സാറ് വേണ്ട പോലെ ചെയ്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ മാക്സിമം പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ പണി കഴിഞ്ഞു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ നോക്കിക്കോ. ഓൻ്റെ താത്ത സെലീന അല്ല, ഞാൻ തിന്നൽ കുടിക്കലില്ല. സംഗതി ഓൻ ജൻസനൊക്കെ തന്നെ. പക്ഷെ ഓനിക്ക് ഭ്രാന്താണ്. കുറേ കാലം ആൽബൈന് അതിൻ്റെ പിന്നെ ആലങ്ങനെ പോവുക. ആ കഴിഞ്ഞപ്പോൾ വണ്ടി ഭ്രാന്ത് ഇപ്പച്ചാണ്. അല്ലാണേര് മോളെ ഓൻ്റെ താത്ത ഇതുകൊണ്ട് പറയാം. ഓനിങ്ങനെ മാറിക്കൊണ്ടിക്കോ തടി കഴിച്ചിലാക്കി കള. അല്ലച്ച് ബേജാറാണ്ടട്ടാ, ഇനി സമയമുണ്ട്. ഇർഫോ, മാമൻ പറഞ്ഞു ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ജി. ഇരിക്കി. എന്തെന്നാ പേര്? അനിത. അനിത. ഓനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാ. ഉഷാറാവും മോനെ. സെലീന, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ കാര്യം ഓനോട് പറയണ്ട കേട്ടോ, ഭ്രാന്തന. കൊടുത്തില്ലേ? അല്ല, നിങ്ങളിപ്പോ പള്ളിയിലേക്ക് പോണ്? പ്രായത്തിൻ്റെ പക്വത നീ കാണിക്കണം. ആ ചെക്കന് നിന്നോട് പ്രേമൊന്നുമില്ല. അവരുടെ മതത്തിലെ ആളെ കൂട്ടണം. അതിന് നമ്മുടെ മതത്തിലെ താഴ്ന്ന ജാതിക്കാരാണ് ആവശ്യം. അതിനവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ടും വരുന്നുണ്ട്. ഗണേഷ് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ ഞങ്ങളുടെ കൂടെ വാ. നിന്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്ത് തീരുമാനം? നിന്റെ തരത്തിനും പ്രായത്തിനും പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഓ, അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഒരാളെ ഏട്ടൻ കണ്ടുവച്ചിക്കണല്ലേ? ഞാനും കുറെ ആൾക്കാരെ കണ്ടതാ. അവർക്കൊക്കെ ആവശ്യം മറ്റു ചിലതാ. അങ്ങനെയല്ലാത്ത ഒരാൾ കണ്ടത് ഇർഫാനില്ല. നിന്റെ അഴിഞ്ഞാട്ടത്തിനെ ഞാൻ ഇർഫാനെ വിട്ടിട്ട് വരില്ല. ഞാൻ അവന്റെ കൂടെ തന്നെ ജീവിക്കും. ഇത്രയും കാലം ഏട്ടൻ തീരുമാനിച്ചില്ലേ, ഇതെന്റെ തീരുമാനം. എനിക്കിങ്ങനെ പെങ്ങളില്ല, നിന്റെ ബന്ധുല്ല. അവർക്ക് പോലീസ് കുറച്ചുകൂടെ മനസ്സിലാക്കി കൊണ്ടുപോ. കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നടക്കുന്നതാ. മണിയർവാതിലെന്തിനപ്പോ പോലീസുകാരൻ പൊട്ടിയത്? ഇനി കിടന്ന് എന്തൊക്കെയാണ് ഒപ്പിക്കണാവും. നമ്മളിനിപ്പോ എന്താ ചെയ്യാ? എന്നോട് കൂടെ
ഒന്നുമില്ല, ഞാൻ വെളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. എന്താ കാര്യം? ദാ മുട്ടുക്കിക്ക, ഇങ്ങനെ രണ്ടാളും കടുംപിടുത്തൊന്നും ഒഴിവാക്കണം. അന്നവൻ തന്നെ കിട്ടൂ. ബച്ചനോട് പലരും കാര്യങ്ങൾ പറയുന്നുണ്ട്. മൂപ്പര് സമ്മതിക്കൂ. അനക്കോ വന്നോ ഒപ്പാൻ വൈകുന്നു? ചെന്നും മുണ്ടാണ്ട് നിക്കറുഫോ. ചെന്തിട്ടാ പറയണത്? എൻ്റെ കയ്യിൽ എന്തുണ്ട്? അനക്ക് ഉപ്പാനോട് കാക്കാനോട് എതിർക്കാനുള്ള ഉസിരുണ്ട. അവിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കും. അല്ല പിന്നെ ഇങ്ങോട്ടത് ചിലപ്പോ ഒന്നും അത് മാറേണ്ടി വരും. കുഴപ്പമില്ലല്ലോ. ഉണ്ടാ പള്ളി കഴിഞ്ഞ് ഇവിടെ എത്തണ വരെ ബാപ്പാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിക്കണം. മൂപ്പർക്കെല്ലാം മനസ്സിലായിട്ടുമുണ്ട്. ഞമ്മളൊപ്പം ഞാൻ കൊടുക്കാം. എന്നാ ഉമ്മച്ചിയാ, എന്താ എന്നോട് പറയാണ്ടെന്ന്? ഉമ്മച്ചിന്റെ കുട്ടി മാമൻ പറയണ പോലെ കേക്ക്. എനിക്കൊരു പേടിയും പേടിക്കണ്ട. പാപ്പ എല്ലാം സമ്മതിച്ചേക്കണ. കേക്കണ്ട. കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് താണ്ടിലെത്തിയിട്ടുണ്ട്. ഓളെ അനക്ക് കെട്ടിച്ചേരും. മറ്റോട്ടിട്ട് പോരെ. ഓളോട് കാര്യങ്ങളൊക്കെ കേട്ടി പറയും. മോനെ, ഇപ്പം നമ്മളോളെ പുറത്തൊരു സ്ഥലത്ത് കൊണ്ടാക്കണ ബുദ്ധിയല്ല. അവിടെ ഓളെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കും. നമുക്കോളെ റെസ്ക്യൂ ഹോമിലാക്കാം. അവിടെ ആകുമ്പോൾ പോലീസുകാരൊരു നോട്ടം ഉണ്ടാകും. പക്ഷെ അനിത പോലീസുകാരോട് പറയണം, ഞാൻ വീട്ടിൽ പോവില്ല, റെസ്ക്യൂ ഹോമിലേക്കേ പോകുന്നു. നാളെ ഇപ്പം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ച നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിക്കാം. ഇനിയൊരു തീരുമാനം പറയണ്ട ഇജ്ജ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അനിതേനെ പറയല്ലേ. അനക്ക് മാമന് വിശ്വാസമല്ല? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല മാമ. ഇനിയിപ്പോൾ പോലീസുകാർ ഒന്നുമില്ല. നീ അവളോട് കാര്യം പറയും. കേട്ടി? ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ല. ശരിയോ? അല്ലേ നീ റെസ്ക്യൂമിൽ പോണല്ലേ നല്ലത് അല്ലേ? അതാകുമ്പോൾ സേഫ് ആയിരിക്കുമല്ലോ. ഒരുമിച്ച് ജീവിക്കാൻ കഴിയും ഇർഫാനെ. അവൾക്ക് പറ്റൂടോ? ഇല്ലേ?